നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പാമ്പും പഴയതാ നല്ലതാന്നല്ലേ ചൊല്ല്. ചികിത്സയിലും ബന്ധങ്ങളിലും ഒക്കെ അത് തന്നെയാ നല്ലതെന്ന് തോന്നുന്നു. ഒക്കെ രാഘവേട്ടന്റെ ഇഷ്ടം. ഇപ്പൊ കല്യാണം നടക്കുമെന്നോർത്ത് സന്തോഷിരിക്കല്ലേ, ശരിയാക്കി തരാം. വിഷ്ണു, താഴെ കുറച്ചുപേര് വന്നിരിപ്പുണ്ട്. അവരെ സത്യഭാമ വിളിച്ചു വരുത്തിയതാ മകന്റെ കല്യാണാലോചനയ്ക്ക് വേണ്ടി. നിനക്ക് വേണമെങ്കിൽ താഴേക്ക് ഇറങ്ങി വരാതിരിക്കാം. അവര് വന്നപടി മടങ്ങിപ്പോയിക്കോളും. ഈ കല്യാണാലോചന മുടങ്ങിപ്പോയാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കല്യാണാലോചന മുടങ്ങിപ്പോകുന്നതൊക്കെ നാട്ടില് സർവ്വസാധാരണമാ. കല്യാണ തലേന്ന് വരനോ വധുവോ അവർക്ക് ഇഷ്ടപ്പെട്ടവരുടെ കൂടെ ഒളിച്ചോടിപ്പോയെന്നും കല്യാണം മുടങ്ങിയെന്നും ഒക്കെ കേട്ട് ഇപ്പൊ നമ്മള് അതിശയിക്കാറില്ല. പക്ഷേ ഇത് സത്യഭാമയുടെ വീടാ. ഇവിടുത്തെ നടപ്പ് രീതികളും ശൈലികളും ഒക്കെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമാ. നാട്ടിലെ ന്യായം നടപ്പാക്കുന്നത് സത്യഭാമയാണെങ്കിൽ വീട്ടിലും അത് നടപ്പാക്കണം. നോക്ക്, ഒരിക്കൽ നിനക്ക് വേണ്ടി ഞാനൊരു കല്യാണ പന്തൽ ഇട്ടതാ. അവിടെ നിനക്ക് വേണ്ടി ഒരു പെൺകുട്ടി കാത്തിരുന്നു. അവൾ ആരോ എന്തോ, അതൊക്കെ വിട്ടേക്ക്. അതൊക്കെ പിന്നീടുണ്ടായ സംഭവങ്ങളല്ലേ. അന്ന് ആ വിവാഹ മണ്ഡപത്തിലേക്ക് നീ വന്നു കയറിയത് മറ്റൊരു പെണ്ണിനെ താലി കെട്ടി അവളുടെ കൈയും പിടിച്ചോണ്ടാ. സത്യഭാമയുടെ തലവഴി ചാണകവെള്ളം കലക്കി പ്രതീതി. എടാ, സത്യഭാമയ്ക്കെന്നല്ല, ഏതൊരമ്മയ്ക്കും സഹിക്കാനോ പൊറുക്കാനോ കഴിയില്ലത്. നോക്ക്, എന്നിട്ട് ഞാൻ സഹിച്ചു, ക്ഷമിച്ചു, പൊറുത്തു. ചായക്കടക്കാരിയുടെ മകളോ ആരോ എന്ന് നോക്കാതെ അവളെ സത്യഭാമയുടെ വീട്ടിലേക്ക് നിലവിളക്ക് കൊടുത്തു സ്വീകരിച്ചു. ചെറിയ ചെറിയ നീരസങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒടുവിൽ മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും ഞാൻ അവളെ മരുമകളായിട്ടല്ല, മകളായിട്ട് തന്നെയാ സ്വീകരിച്ചത്, അംഗീകരിച്ചത്. ഒരു രാജകുമാരിക്ക് സമാനമായി ഒരുക്കിയ സീമന്ത ചടങ്ങിൽ നിന്ന് അവൾ ഇറങ്ങിപ്പോയത്. നീ പറ, അതെന്റെ കുറ്റം കൊണ്ടാണോ? പറ. എനിക്കൊന്നും പറയാനില്ല. എന്നാൽ എനിക്ക് പറയാനുണ്ട്. തെരുവിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വന്നതാ നീ അവളെ. അവള് തെരുവിലേക്ക് തന്നെ പോയി. അതുപോലൊരു പെണ്ണിനെ തട്ടിക്കളിക്കാനുള്ളതല്ല സത്യഭാമയുടെ മകന്റെ ജീവിതം. അമ്മേ, എനിക്കൊരു മനസ്സുഹൃദയമില്ലേ? എന്റെ ജീവിതം തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഇതുവരെ നിന്റെ തീരുമാനത്തിനനുസരിച്ചാ നിന്റെ ജീവിതം മുന്നോട്ട് പോയത്. അത് ചൂണ്ടിക്കാണിക്കാനാ ഞാൻ ഇത്രയും സംസാരിച്ചത്. ഇനി എന്റെ ഇഷ്ടം കൂടെ പരിഗണിക്കണം. അതൊരു പക്ഷെ നിനക്ക് നല്ലതായി വന്നെങ്കിലോ എന്നല്ല, നല്ലതാകും. അതെനിക്ക് ഉറപ്പുണ്ട്. ശാലിനിക്ക് പകരം മറ്റൊരു പെൺകുട്ടി, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ലമ്മേ. ഉറപ്പ്?
ശരി, നിന്റെ ഇഷ്ടം. പ്രായപൂർത്തിയായ ഒരു പുരുഷന് നിന്നെ ഒരു കാര്യത്തിൽ എനിക്ക് നിർബന്ധിക്കാനാവില്ല, പ്രത്യേകിച്ച് കല്യാണ കാര്യത്തിൽ. അത് നിനക്ക് തന്നെ തീരുമാനിക്കാം. ഒപ്പം എനിക്കും എന്റേതായ തീരുമാനങ്ങളുണ്ട്. ഞാനൊരു ഹാർട്ട് പേഷ്യന്റ് ആണെന്നുള്ള കാര്യം നിനക്കറിയാലോ. മുമ്പൊരു വട്ടം കുഴഞ്ഞു വീണപ്പോ ഡോക്ടർ പറഞ്ഞത് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ അത് സംഭവിച്ചത് നന്നായെന്ന. അല്പം വൈകിയിരുന്നുവെങ്കിൽ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നില്ലെന്ന്. ദാ ഇത്രയും ടാബ്ലറ്റ്സാ ഒരു ദിവസം ഞാൻ കഴിക്കുന്നത്. അതിലൊരെണ്ണം, ഒറ്റയൊരെണ്ണം മുടങ്ങിയ ഈ സത്യഭാമ പിന്നെയില്ല. സത്യഭാമ ക്ഷണിച്ചു വരുത്തിയ അതിഥികളെ അപമാനിച്ചു വിട്ട നീ താഴേക്ക് വരാതിരുന്ന അത് ഞാൻ മുടക്കും വിഷ്ണു. അമ്മേ, എന്തായാലും ഉടനെ ഈ വീട്ടിലൊരു ചടങ്ങ് നടന്നേ പറ്റൂ. ഒന്നുകിൽ നീ ഞാൻ പറയുന്ന പെണ്ണിന് പുടവ കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ ഈ വീടിന്റെ തളത്തിൽ കൂടി പൊതിച്ചു കിടക്കും. നീ പേടിക്കണ്ട, നീ കാരണമാണതെന്ന് ആരും അറിയില്ല. എല്ലാം കൊണ്ടും നിനക്ക് ഗുണമേ ഉണ്ടാവൂ. നിന്റെ അച്ഛൻ പരിഹസിക്കുന്നത് പോലെ സുഗ്രീവാജ്ഞകൾ കൊണ്ട് നിങ്ങളെയൊക്കെ വിലക്കാൻ പിന്നെ ഈ സത്യഭാമ ഉണ്ടാവില്ല. നിനക്കിഷ്ടപ്പെട്ട പെൺകുട്ടിയെ തേടി പിടിച്ചു കൊണ്ടുവന്ന് കൂടെ താമസിപ്പിക്കാം, ഇവിടെ തന്നെ. പക്ഷേ സ്വാഭാവിക മരണമോ ആത്മഹത്യയോ ആവില്ല സത്യഭാമയുടെ മരണം. കൊലപാതകം ചെയ്തയാളെ അത് ജീവിതാവസാനം വരെ വേട്ടയാടും. ഇനി നിനക്ക് തീരുമാനിക്കാം. ഇന്നത്തേക്ക് വേണ്ടി നിനക്ക് ഞാൻ എടുത്തു വെച്ച ഷർട്ടായത്. കഴിഞ്ഞ വിഷുവിന് നീ എനിക്ക് എടുത്തു തന്ന കോടിമുണ്ട് ഉപയോഗിക്കാതെ എന്റെ അലമാരയിൽ ഭദ്രമായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ആരേത് ഉപയോഗിക്കണമെന്നുള്ളത് നിന്റെ തീരുമാനമാണ്. ഒരുങ്ങി താഴെ എത്താൻ നിനക്ക് മുന്നിൽ 10 മിനിറ്റാ ഉള്ളത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.